നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTC. ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് KCBയിലെ ജീവനക്കാരുടെ മാത്രം ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവനക്കാരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് നിലവിൽ KCB ജീവനക്കാർക്ക് അനുവദിച്ചിട്ടുള്ളതാണ്, കാലാകാലങ്ങളിൽ ലഭിക്കുന്നതുമാണ്. പക്ഷേ അത് ആ ബില്ല് പരിശോധിക്കുന്ന പല അസിസ്റ്റന്റുമാരും അല്ലെ അവരുടെ സൂപ്രണ്ടുമാരും അല്ലെ അത് വെരിഫൈ ചെയ്യുന്നവരൊക്കെ പല ഓഫീസുകളും പല രീതിയിൽ ചെയ്യുന്നു, അവർക്ക് തോന്നുന്ന പോലെ ചെയ്യുന്നു. അങ്ങനെ അർഹതപ്പെട്ട ജീവനക്കാർക്ക് അർഹതപ്പെട്ടത് ലഭിക്കാതെ വരുന്നു. ഫീൽഡിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവർ രാപകൽ ജോലി ചെയ്യുന്നു. അവരുള്ളത് കൊണ്ടാണല്ലോ ഇലക്ട്രിസിറ്റി ബോർഡെന്നും റിസ്ക് എന്നും ഒക്കെ പറയുന്നു. അപ്പം അവരുടെ ബില്ലുകൾ സ്വാഭാവികമായിട്ടും ഓഫീസുകളിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എല്ലാവരും ഒന്നും അല്ല ഞാൻ പറയുന്നത്, ചുരുക്കം ചിലർ അവരുടെ ധാർഷ്ട്യം കാണിക്കുന്നു. ഓഡിറ്റ് ചെയ്യുമ്പോൾ പേടിപ്പിക്കുക, ബില്ലുകൾക്ക് കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാതിരിക്കുക, എന്നിട്ടത് വീണ്ടും മുകളിലേക്ക് അയച്ചിട്ട് ഒബ്ജക്ഷൻ വാങ്ങി റിജക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ കഷ്ടമാണ്. ജീവനക്കാർക്ക് അവകാശങ്ങൾ കൊടുക്കാനും അർഹതപ്പെട്ടത് നിയമപരമായിട്ടുള്ളത് ബോർഡിലെ കരാറുകൾ അനുസരിച്ച്, എഗ്രിമെന്റ് അനുസരിച്ച് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫീസുകളിൽ ആൾക്കാരെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവെക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത ദിവസം കോട്ടയം ജില്ലയിൽ എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഞാൻ പേര് പറയുന്നില്ല, പറയേണ്ടതാണ്, അവരെയൊക്കെ സർവീസ് സസ്പെൻഡ് ചെയ്യേണ്ടതാണ്, മെമ്മോ കൊടുക്കേണ്ടതാണ്, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. എങ്കിൽ പോലും അതിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. ഇനിയും ആരും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. കോട്ടയം ജില്ലയിൽ ഒരു സർക്കിളിൻ്റെ കീഴിൽ, ഒരു ഡിവിഷൻ്റെ കീഴിലുള്ള ഒരു സെക്ഷനിലെ ഒരു ലൈൻമാൻ, അദ്ദേഹം ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി, ഹൃദയ ബൈപ്പാസ് ശസ്ത്രക്രിയ. അങ്ങനെ അത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലായിരുന്നു, എറണാകുളം. അദ്ദേഹം അതിനുശേഷം തൻ്റെ ബില്ലുകൾ എല്ലാം കൂടെ കൊണ്ടുവന്ന് തൻ്റെ സെക്ഷൻ ഓഫീസ് വഴി പ്രോപ്പർ ചാനലിൽ ഡിവിഷനിൽ കൊടുക്കുന്നു. അത് 2,87,600 രൂപ ഉണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും സർക്കിൾ ഓഫീസിലേക്ക് വിടുന്നു. ആ സർക്കിൾ ഓഫീസിലുള്ള അവിടുത്തെ അസിസ്റ്റൻറ്റും അവരുടെ സൂപ്രണ്ടും കൂടെ ചേർന്നുകൊണ്ട് അവരാണ് തീരുമാനിക്കുന്നത്. എല്ലാത്തിനും അതീതരാണ് അവർ. അവരങ്ങ് തീരുമാനമെടുത്തു, ഇയാൾക്ക് 91,000 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ. ബില്ലങ്ങ് വെട്ടി നിരത്തി. ഇതിനെയാണ് ഈ വെട്ടി നിരത്തുക എന്ന് പറയുന്നത്. അവരുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർത്ത ബില്ലില്ല. എന്നിട്ട് എന്ത് ചെയ്തു, ഈ 91,000 രൂപ വന്നതുകൊണ്ട് അവരുടെ ഡെപ്യൂട്ടിയുടെ ലിമിറ്റിന് മുകളിലായതുകൊണ്ട് ചീഫ് എഞ്ചിനീയർ ഡിസ്ട്രിബ്യൂഷൻ സൗത്ത് തിരുവനന്തപുരത്തിന് അയച്ചു. സ്വാഭാവികമായിട്ടും ജോലി ചെയ്യുന്ന ഒരു ഡിവിഷൻ ഓഫീസിലെ ഒരു സെക്ഷനിലെ അല്ലെ അവരുടെ ഡെപ്യൂട്ടിയുടെ ഓഫീസിൽ നിന്നും അവരെ അറിയാവുന്ന വ്യക്തികൾ 2,87,600 രൂപ 91,000 ആക്കി കുറച്ചപ്പോൾ സൗത്തിൽ വന്നപ്പോൾ അവിടെയുള്ളവർക്ക് ഒരു ആഗ്രഹം ഇല്ലേ വെട്ടിക്കുറയ്ക്കാൻ? ന്യായമായിട്ടുള്ളൊരു അവകാശം അവരും ചെയ്തു. എന്ത് ചെയ്തു? അത് 57,073 രൂപയാക്കി അവർ വെട്ടിക്കുറച്ചു. അവരും സെഞ്ചുറി അടിച്ചു. മറ്റൊരു സെഞ്ചുറി ബാറ്റിങ്ങിൽ വന്നപ്പോൾ ഇവർ ബൗളിങ്ങിൽ സെഞ്ചുറി അടിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ചെയ്ത് ഈ പാവപ്പെട്ടവൻ്റെ 2,87,000 രൂപ എന്നുള്ള 57,000 രൂപയാക്കി കുറച്ചു കൊടുത്തു. ആലോചിച്ച് നോക്കണം. പോസ്റ്റിൻ്റെ മുകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവൻ്റെയാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ഈ പൈസ ബാക്കി അടയ്ക്കണം, അഡ്വാൻസ് വാങ്ങിയതാണ്. നിവൃത്തിയില്ല വന്നപ്പോൾ യൂണിയനെ സമീപിക്കുന്നു. ഞാൻ ഈ ബില്ലുകളൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോൾ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ നോക്കി. മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള പരിമിതമായ അറിവ് വെച്ച് ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ നോർമൽ ബില്ലിൽ പോലും കിട്ടുന്നത് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതുമായിട്ട് വിദഗ്ധനായിട്ടുള്ള ഒരാൾ, ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനപ്പുറം ആരുമില്ല. ഞാൻ അദ്ദേഹത്തിന് കൊണ്ടുവന്ന് ഈ ബില്ലുകളുടെ കോപ്പി കൊണ്ടുപോയി കൊടുക്കുന്നു. അദ്ദേഹം പരിശോധിച്ചിട്ട് പറയുന്നു, സിബിക്കുട്ടി, ഇത് 2,87,000 എന്നുള്ള ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ചെയ്താൽ പോലും ഒരു 1,80,000-നും 2,നും അടുത്ത് കിട്ടും. പക്ഷേ ഇത് ചെയ്തിരിക്കുന്ന അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ശ്രീചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്ന സർജറി അല്ലെ അതുപോലത്തെ ട്രീറ്റ്മെന്റിന് തുല്യമായിട്ട് കിട്ടേണ്ടതായതുകൊണ്ട് ഇത് കൂടുതൽ കിട്ടണം. കാരണം ഞാനിത് പറയാൻ കാരണം, ഞങ്ങളിത് ടേക്കപ്പ് ചെയ്തു. കാരണം ആര്യാട സാർ മന്ത്രിയായിരിക്കുന്ന കാലത്ത് UDF കാലത്ത് വെച്ച ഒരു ശമ്പള ഭക്ഷണ കരാർ, ലോങ് ടൈം സെറ്റിൽമെൻറ്റിൽ നമ്മൾ എഴുതി ചേർത്തൊരു കാര്യമുണ്ട്. ആ കരാർ ഞാനും ഒപ്പിട്ടതാണ്. അപ്പം ഞാനും കൂടെ ഒപ്പിട്ടതായതുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാം, എനിക്കറിയാം അതിൻ്റെ വസ്തുതകൾ. അതിൻ്റെ പേജ് 35 പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്ക്, ഇപ്പം ഞാനിത് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ അറിയാത്തതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടരുത്. ഇപ്പോൾ ഇത് ബോർഡ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ അവകാശമില്ല.
ഇത് ബോർഡ് തന്നതാണ്, നമ്മുടെ അവകാശമാണ്. നമ്മുടെ അറിവില്ലായ്മ മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ്, കണ്ണൂർ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കോഴിക്കോടുള്ളത്, അതുപോലെ തന്നെ പിന്നെ അതൊക്കെ ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് തുല്യമായിട്ട് പരിഗണിക്കും. അതുപോലെ തന്നെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, SUT പട്ടം തിരുവനന്തപുരത്തുള്ള ശ്രീ ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റൽ തിരുവനന്തപുരം, ഇത്രയും ഹോസ്പിറ്റലിലെ ഹാർട്ട് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ശ്രീ ചിത്തിര തിരുനാൾ ഹോസ്പിറ്റലിൽ എങ്ങനെ ബില്ല് ട്രീറ്റ് ചെയ്യുന്നു അതേ രീതി കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു 90% കിട്ടും. അങ്ങനെ ഞങ്ങളിത് ഡെപ്യൂട്ടി സിക്ക് പരാതി കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നത് ഞാൻ നിസ്സഹായനാണ്, പാസ്സാക്കി പോയി, ഓർഡറായി. കാരണം വെട്ടിക്കുറച്ച് 57,000 ആക്കി വെട്ടിക്കുറച്ച് ബാക്കി പൈസ അടയ്ക്കാൻ ഓർഡർ കൊടുത്തിരിക്കുക. അടച്ചില്ലേ പലിശ വരും, മെമ്മോ കൊടുക്കും, പിടിച്ച് പുറത്തിറക്കും, എല്ലാ പണിയും ചെയ്യും. അതിനൊക്കെ വിദഗ്ധരെ വരും. അങ്ങനെ ഞങ്ങൾ ഇടപെട്ട് ഡെപ്യൂട്ടിക്ക് കൊടുത്തിട്ട് രക്ഷയില്ല. ലാസ്റ്റ് ചീഫ് എഞ്ചിനീയർ ഡിസ്ട്രിബ്യൂഷൻ സൗത്തിനെ പരാതി കൊടുക്കുന്നു. അപ്പോൾ വെട്ടിനിരത്തി എന്നൊക്കെ ഉള്ള വാക്ക് ഞങ്ങൾ കൊളോക്കിയലായിട്ട് തന്നെ അങ്ങ് എഴുതി കത്തി. ഞാൻ തന്നെ ഒപ്പിട്ട, ഞാനും KP ധനപാലൻ XMP ഞങ്ങളുടെ പ്രസിഡന്റും ഒപ്പിട്ട് കൊടുത്ത കത്താണ്. ഞങ്ങളത് പറയും, ഞാൻ അങ്ങനെ പേടിയൊന്നുമല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അത് ചീഫ് എഞ്ചിനീയർക്ക് ഒരു ഇഷ്ടക്കുറവ് പോലെ തോന്നി. എന്നാലും ആദ്യമൊക്കെ ദേഷ്യപ്പെട്ടെങ്കിലും ആ ചീഫ് എഞ്ചിനീയർ വളരെ മാന്യമായിട്ട് പെരുമാറി. അവര് പരിശോധിച്ചു. ആദ്യം ഇങ്ങനെയൊക്കെ വാക്കുകളൊക്കെ ഇച്ചിരി കട്ടി കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ആൾക്കാർ ചെന്നവരോട്. അപ്പൊ അവര് പറഞ്ഞു ഇത് ഒപ്പിട്ടിരിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, അവർ യൂണിയന്റെ കത്തായി, യൂണിയന്റെ വാക്കുകളാണ് ഇതൊക്കെ. ഏതായാലും ആ ചീഫ് എഞ്ചിനീയർ ഡിസ്ട്രിബ്യൂഷൻ സൗത്ത് കാര്യം മനസ്സിലാക്കി. കാരണം അവർ ഉത്തരവാദിയല്ല, അവരുടെയും കീഴിലുള്ള അസിസ്റ്റന്റ് ചെയ്യുന്നതിനെ മുഴുവൻ അവർ മുഴുവൻ വെരിഫൈ ചെയ്യാനാണ്. പിന്നെ ഒരു ചീഫ് എഞ്ചിനീയർ ആവശ്യമില്ലേ ഉള്ളൂ, അസിസ്റ്റന്റ് ആവശ്യമില്ലല്ലോ, സൂപ്രണ്ട് ആവശ്യമില്ലല്ലോ. അപ്പൊ അവരല്ല ഇതിനകത്ത്, അവര് അടിയിൽ ഒപ്പുവെക്കാന്നല്ലേ ഉള്ളൂ. പക്ഷെ ഈ കേസിൽ അവർക്ക് കാര്യം മനസ്സിലായി. അവർ കത്ത് മുഴുവൻ വായിച്ചു നോക്കി, അവരെല്ലാം പരിശോധിച്ച് അവർക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ കരാറിന്റെ കോപ്പി വരെ കൊടുത്തു. കരാറിന്റെ പേജ്, ഒപ്പിട്ട പേജുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇത് അർഹതപ്പെട്ടതാണെന്നുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. ഈ വ്യക്തി, ഈ ജീവനക്കാരൻ, ഈ ലൈൻമാൻ, അദ്ദേഹത്തിന്റെ അപേക്ഷ കൊടുക്കുന്നു. യൂണിയന്റെ കത്ത് 2-3 കത്ത് കൊടുത്തു. ഏതായാലും ചീഫ് എഞ്ചിനീയർ ഇത് പരിശോധിച്ചിട്ട് അവര് അവിടെ നിന്നും റിലീവ് ചെയ്ത് പോകുന്നതിന്റെ ആ ദിവസം FN തന്നെ, AN അവരവിടെ നിന്ന് റിലീവ് ചെയ്ത അടുത്തൊരു സ്ഥലത്തേക്ക് പോകും. ആ FN തന്നെ, ഫോർനൂണിൽ തന്നെ അവര് ബില്ല് പാസ്സാക്കി. അതായത് ശ്രീ ചിത്രയിലെ ബില്ല് എങ്ങനെ പാസ്സാക്കാമോ ആ രീതിയിലുള്ള എമൗണ്ട് ഈ വ്യക്തിക്ക്, ബഹുമാനപ്പെട്ട ഈ ലൈൻമാന് കൊടുക്കത്തക്ക രീതിയിൽ 2,23,630 രൂപ പാസ്സാക്കാനുള്ള ഓർഡർ ചീഫ് എഞ്ചിനീയർ ഡിസ്ട്രിബ്യൂഷൻ സൗത്തിൽ നിന്ന് ഓർഡറായി. ബാക്കി പൈസ അദ്ദേഹം ബോർഡിൽ അടച്ചു. ഈ ലൈൻമാന് ബാക്കി പൈസ അദ്ദേഹം ബോർഡിൽ അടച്ചു. അദ്ദേഹത്തിന്റെ മാനസിക വ്യതയും ഒഴിവായി. അങ്ങനെ കാര്യങ്ങൾ പരിഹരിച്ചു. അപ്പൊ ഞാനിത് പങ്കുവെച്ചത് മറ്റൊന്നിനുമല്ല. ഇതിപ്പോ ഞങ്ങളുടെ ആളെന്നോ മറ്റു യൂണിയൻപ്പെട്ട ആളെന്നുള്ള അല്ല വിഷയം. ഇദ്ദേഹത്തിന് ലഭിച്ചു. ഇങ്ങനെ ലഭിക്കാതെ പോയ പലരും കാണും. പക്ഷെ അവർക്കൊന്നും ഇനിയും കിട്ടണമെന്നില്ല. ഇത് തക്ക സമയത്ത് ഇടപെട്ടുകൊണ്ട് കിട്ടിയതാണ്. പക്ഷെ ഇനിയും ഭാവിയിൽ നമുക്ക് അർഹതപ്പെട്ടത് നമ്മുടെ ബില്ല് നോക്കുന്നവരുടെ അറിവ് കേടുകൊണ്ടോ ധാർഷ്ട്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ വിവരക്കേട് കൊണ്ടോ ആർക്കും ഇനിയും ഒരു അവസ്ഥ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കാരണം ഫീൽഡിൽ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ജീവനക്കാരനെ സംബന്ധിച്ച്, വർക്കർ ആയിക്കോട്ടെ, ലൈൻമാൻ ആയിക്കോട്ടെ, ഓഫീസർ, സബ് എഞ്ചിനീയർ ആയിക്കോട്ടെ, ഫീൽഡിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയണമെന്നില്ല, ആർക്ക് അറിയേണ്ട കാര്യവുമില്ല. അതിനാണ് നമ്മൾ മറ്റൊരു ഭാഗത്തെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ അവർക്ക് ബുക്കുകളും നോട്ടുകളും കരാറുകളും ഒക്കെ വായിക്കണം. ഇത് നമ്മുടെ ദീർഘകാല കരാർ, ID ആക്ട് അനുസരിച്ചുള്ള ലോങ് ടൈം സെറ്റിൽമെന്റിൽ പ്രകാരമുള്ള ഒരു അവകാശമാണ്. അല്ലാതെ വെറുതെ ഉള്ളതല്ല. ഇപ്പം മറ്റു ഹോസ്പിറ്റലിലാണ് ഇത്രയും കിട്ടത്തില്ല. അപ്പം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അർഹതപ്പെട്ടത് ഞങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു. ഇനിയും ആർക്കും ഇങ്ങനെ അബദ്ധം ഉണ്ടാകരുത്. നിങ്ങളുടെ ബില്ലുകളിൽ ആരെങ്കിലും വെട്ടി നിരത്തിയാൽ അപ്പോൾ തന്നെ കയറി ഇടപെട്ട് അവിടെ വെച്ച് തന്നെ വാങ്ങിയെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് മറ്റൊരു വിഷയം ഉണ്ടായി. വടകരയിൽ ഒരാളുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. അദ്ദേഹം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്തിട്ടുള്ള മറ്റുള്ളവർക്ക് കിട്ടിയതിന്റെ പകുതി പൈസയെ ഈ വടകരയിലുള്ളവർക്ക് കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ബില്ലിൽ ടോട്ടലായിട്ട് എഴുതി വെച്ചു എന്നാണ് പറയുന്നത്. സർജറിയുടെ മൊത്തം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള സ്പ്ലിറ്റുകൾ കണ്ടില്ലാത്തതുകൊണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. അദ്ദേഹം വീണ്ടും സ്പ്ലിറ്റ് കൊടുത്തപ്പോൾ ഇപ്പോൾ അത് കൊടുത്തിട്ട് 1 മാസമായി, അല്ല 3 മാസമായി. അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തീരുമാനമെടുക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരെയും പേനയും കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഈ വിഷയം, ഈ ലൈൻമാന്റെ വിഷയം തന്നെ 11/2023 കഴിഞ്ഞ 2023 നവംബർ മാസത്തിൽ തുടങ്ങിയത് ഇപ്പോഴാണ് തീർന്നത്. 1 വർഷം എടുത്താണ് ഈ പണികൾ പൂർത്തിയാക്കിയത്.
അതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിപ്പം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ വിഷയവും ഒരു പ്രധാനപ്പെട്ട ഓഫീസിൽ തിരുവനന്തപുരത്ത് കിടപ്പുണ്ട്. ഞാനിപ്പോൾ അതെവിടാന്നൊന്നും പറയുന്നില്ല. അതിലേക്കും അത് തന്നില്ലെങ്കിൽ, അത് ആ തൊഴിലാളിക്ക് കൊടുത്തില്ലെങ്കിൽ അത് ഏതറ്റം വരെ ഞങ്ങൾ പോകും. അത് നിയമപരമായിട്ടെങ്കിൽ നിയമപരമായിട്ടും പോകും. അർഹതപ്പെട്ടതാണ് ചോദിക്കുന്നത്, അല്ലാതെ വെറുതെ ചോദിക്കുന്നതല്ല. വെറുതെ ആരും കൊടുക്കാൻ പാടില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കത്തുമില്ല. പക്ഷേ ഇവിടെ വെറുതെ കൊടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഈ ഓഡിറ്റ് ചെയ്യുന്നവർ ഞാൻ ചോദിച്ചോട്ടെ, ട്രാൻസ്ക്രിപ്റ്റിന്റെ 150% എബോട്ട് ടെൻഡർ വന്നിട്ട് ഓഡിറ്റ് ചെയ്തില്ലല്ലോ. പുരപ്പുറ സോളാറിന്റെ നഷ്ടം വന്നത് ആരും ഓഡിറ്റ് ചെയ്തില്ലല്ലോ. ചാർജിങ് സ്റ്റേഷന്റെ നഷ്ടം വരുന്നത് ആരും ഓഡിറ്റ് ചെയ്യുന്നില്ലല്ലോ. ചാർജിങ് സ്റ്റേഷന്റെ പോൾ എമൗണ്ട്, ചാർജിങ് സ്റ്റേഷന്റെ ബില്ലേ ചെയ്യുന്നില്ലല്ലോ, അത് ഓഡിറ്റേ ചെയ്യുന്നില്ലല്ലോ. പൈസ ആർക്ക് പോകുന്നു, എങ്ങനെ പോകുന്നു പോലും ആർക്കും അറിഞ്ഞുകൂടല്ലോ. അപ്പൊ നിങ്ങൾ ഈ അതേലൊക്കെ കയറി പിടിക്കുക. അർഹതപ്പെട്ടവന് അർഹതപ്പെട്ടത് കൊടുക്കുക, അല്ലാതെ ഒന്ന് അനാവശ്യമായിട്ട് കൊടുക്കാൻ ഞങ്ങൾ ഒരിക്കലും പറയില്ല. കരാർ പ്രകാരം, നിയമപ്രകാരം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എതിരെ നിൽക്കരുത്. അതുപോലെ തൊഴിലാളികൾ, ജീവനക്കാരെല്ലാവരും തങ്ങൾക്കുള്ള അവകാശങ്ങൾ ബോധവാന്മാരായിരിക്കണം. ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഈ വിഷയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.